ഇത് എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെന്ന മിക്സ് ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ആമസോണിലൊക്കെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹെന്ന എന്നുള്ള പേരിലാണ് അവൾക്കിത് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മുടിയൊക്കെ നല്ല കളറായിരുന്നു കേട്ടോ. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. സാധാരണ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പ്ലസ് എക്സെട്ര എന്നും കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ ഇൻഗ്രീഡിയൻസിൽ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇതൊരു ഫ്രണ്ട് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് ആണ് ഞാനിത് പോയി വാങ്ങിച്ചത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് കിട്ടുക എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ അല്ലേ എനിക്ക് മുടി വളരെ നിര വന്നിട്ടുള്ളൂ. ഒക്കെ ഫ്രണ്ടിലാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഹെന്ന ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചോടുന്നതാണ്. ഇതാവുമ്പോൾ എല്ലാം ഉണ്ട് ഇതിൽ. നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന രീതി മാത്രം നമ്മളൊന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റാണ് ഇതിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചതാണ്. പക്ഷേ അലർജിയുള്ള എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതുപോലെ വാങ്ങിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 15 ദിവസത്തിൽ ഒരിക്കൽ ഇടാൻ. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യില്ലേ, അമ്ലപ്പൊടി അതുപോലെ തന്നെ ശിക്കക്കായ അങ്ങനത്തെ ഒക്കെയുള്ള ഒരു മിക്സ് ആയിരുന്നത്. അപ്പോൾ ഈ ഒരു പൊടി സാധാരണ ഒരു ഹെന്ന കാണുന്ന പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഗ്രീൻ കളറല്ല കേട്ടോ. അപ്പോൾ ഞാനിത് സാധാരണ ഹെന്ന മിക്സ് ചെയ്യുന്ന ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടത്. ഇത് ഞാൻ ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നെസ്കഫിയുടെ കുറേ മുന്നേ വാങ്ങി വെച്ചതായിരുന്നു കോഫി പൗഡർ, ഏതാണ്ട് ഒരു സ്പൂണോളം ഉണ്ടാവും, കുറച്ച് കട്ടയായിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ന്യൂപ്പറിൻ്റെ ഹെന്ന മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഹെന്ന മിക്സ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ നല്ല കറുത്ത കളറിലുള്ള ഒരു റിസൾട്ട് ഈ ഒരു ഹെന്ന ഇട്ടപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിത് 1 സ്പൂണോളം നല്ല കട്ടി തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വേറൊരു സാധനം കൂടിയാണ്. ഇതെല്ലാം ഞാൻ തലേ ദിവസം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. എത്രയൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ചില സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള ഇത് ഫേസ് പാക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടത്. നല്ല കട്ടിയായിട്ടിരിക്കുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലും ഈ തൈരിലുമാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്തെടുക്കണം ഇരുമ്പിൻ്റെ ചട്ടിയിൽ. അപ്പോൾ നമ്മൾ ഈ ഹെന്ന മിക്സ് കണ്ടില്ലേ, അത്ര വലിയ കറുപ്പൊന്നുമില്ല. സാധാരണ നമ്മൾ ഡൈ ചെയ്യുന്ന സാധനങ്ങളുടെ ഒരു കറുപ്പൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. നല്ല പേടിയോടുകൂടി തന്നെയാണ് ഞാനിത് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ച്. പലപ്പോഴും നമ്മൾ നാച്ചുറൽ ഹെന്നയൊക്കെ ഉണ്ടാക്കി ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് കറുപ്പ് കളറാവാൻ എന്താ വഴിയെന്ന്. പക്ഷേ ഡൈ ഇടുകയും വേണ്ട അങ്ങനെ. അപ്പോൾ ഈ ഒരു ഹെന്ന എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും അതിശയിച്ച് പോയി. ഇത് ശരിക്കും നമ്മൾ ഡൈ ചെയ്ത പോലെ തന്നെയാണ് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്. നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്നും ഒരു ദിവസം ഇടവിട്ടിട്ടൊക്കെ മക്കൾക്കും ഞാനൊക്കെ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം തേക്കുന്നത് കുറച്ച് നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ ഈ താരൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. 1 സ്പൂണോളം നമ്മളുടെ തൈരും 1 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഇത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഞാൻ വിചാരിച്ച് ഇത് ശരിക്കും ഇത് ഹെന്ന തന്നെയാണോ എന്ന് വിചാരിച്ച്. അപ്പോൾ മണമൊക്കെ ഹെന്നയുടെ മണം തന്നെയാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുള്ളതൊക്കെ നമ്മൾ ഹെന്നയിൽ ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനിത് ഒട്ടും ഈ ഒരു ഭാഗത്തൊന്നും എഡിറ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഇടുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഹെന്ന ഇങ്ങനെ മിക്സ് വാങ്ങി കൊടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് പേടിയാണ്. ശരിക്കും പെട്ടെന്ന് അലർജിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എങ്ങനെ ഡൈ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ഫിഷൊക്കെ കഴിച്ച് കഴിഞ്ഞാലൊക്കെ അലർജി ഉണ്ട്.
അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈയുടെ തണ്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ എണ്ണ തലയിലിടാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ ഞാൻ പറയുള്ളൂ. അപ്പോൾ എണ്ണ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറുത്ത കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇടുമ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇത് അടച്ച് വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഇത് ശരിക്കും നമ്മൾ ഒരു രാത്രിയൊക്കെ എണ്ണ വെച്ചിട്ട് തുറക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ശരിക്കും നമ്മൾ നൂപ്പറിൻ്റെ മൈലാഞ്ചിപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് എണ്ണ ഉണ്ടാക്കില്ലേ, ആ ഒരു മണമൊക്കെയാണ് ഇതിന്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡൈയുടെ മണം ഒന്നും തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സിങ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ. ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. കയ്യിലിട്ട് നോക്കിയപ്പോൾ നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി. ശരിക്കും നമ്മൾ ബ്ലാക്ക് കളർ തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു എണ്ണയ്ക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇത് നമ്മുടെ കയ്യിൽ മാത്രമല്ല, ഇങ്ങനെ കറുത്ത് കാണുന്നത് മാത്രമല്ല, ഇത് ഇട്ടാലും മുടിയൊക്കെ നല്ല കറുപ്പായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് തലയിൽ തേക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ശരിക്കും ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് തലയിലിടാം. അപ്പോൾ തലയിലിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ തലേ ദിവസം ഷാമ്പു ചെയ്ത് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. മുടിയിൽ ഒരിക്കലും പൊടിയോ എണ്ണയോ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ എണ്ണ ഇടാൻ വേണ്ടി തന്നെ ഒരു ദിവസം ഞാൻ മാറ്റി വയ്ക്കുന്നത്. നമ്മൾ നൈറ്റിയിലൊക്കെ ആവാതിരിക്കാൻ നമ്മൾ പഴയ ഒരു ഡ്രസ്സൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതാ മുടിയൊക്കെ ചീക്കി എടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഹെന്ന വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ മുടിയുടെ ഫ്രണ്ട് സൈഡ്, അതായത് നെറ്റിയുടെ സൈഡ് മൊത്തം എനിക്കിങ്ങനെ നിര വന്നിട്ടാണുള്ളത്. ആ നിര എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് 1 മാസം 1.5 മാസമൊക്കെ ഹെന്ന നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് വൈറ്റ് ഹെയർ കാണുള്ളൂ. എന്നാലും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇടയിലൊക്കെ ഞാനിതുപോലെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം, അതിലൊരു ഡ്രോപ്പ് ഷാമ്പൂ ഒക്കെ ആയിട്ട് നമ്മൾ കഴുകി കളയാറുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ നേരെ അതെല്ലാം നമുക്ക് വന്നിട്ടുള്ളത് ഈ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. ഉള്ളിൽ എനിക്ക് അധികം നിരയൊന്നുമില്ല, പക്ഷേ നെറ്റിയുടെ മുഴുവനായിട്ടും എനിക്ക് നെറ്റിയുടെ സൈഡിലൊക്കെ നിര തന്നെയാണുള്ളത്. തലേ ദിവസം തന്നെ ഇതുപോലെ കഞ്ഞിവെള്ളം കൊണ്ട് കുറച്ച് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിയിട്ടത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ എണ്ണമയമൊന്നുമില്ല തലയിൽ കേട്ടോ. ഏറ്റവും കൂടുതൽ വെളുത്ത മുടിയൊക്കെ ഈ ഒരു സൈഡിലുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഹെന്ന ഇത് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരം കൂടി ഇരുന്നപ്പോൾ കുറച്ചും കൂടെ നല്ല കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നല്ല കറുത്ത ഹെന്ന, അത്ര വലിയ ടൈമൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് ഇത് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുടിയിലിടുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ സാധാരണ ഒരു കവറോ അല്ലെങ്കിൽ ബ്രഷൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മിക്സാണ് കേട്ടോ. ഞാൻ സാധാരണ ഹെന്ന ഇടുന്ന പോലെ തന്നെ തലയിൽ മുഴുവനായിട്ടും ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ഡൈ ചെയ്യുന്ന ഒരു ഹെന്ന കളറും അല്ല. നമ്മൾ ചട്ടിയിലൊക്കെ ഇങ്ങനെ കലക്കി വയ്ക്കില്ലേ തലേ ദിവസം, അതുപോലത്തെ ഒരു കളർ മാത്രമാണ് ഇതിന് വന്നിട്ടുള്ളൂ. തലയിൽ മുഴുവനായിട്ട് ഞാനിതുപോലെ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അലർജി ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ച് ചെയ്തതാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ മുടിക്ക് താഴെയൊന്നും തേച്ച് കൊടുക്കാറില്ല കൂടുതൽ ഹെന്ന തേച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഇപ്പോൾ റൂട്ടിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെയാണ് കൂടുതൽ ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. ഞാൻ കലക്കിയ ഹെന്ന മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും മുടിയിൽ ഇടും തോറും നല്ല കറുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ ഞാനിത് വെച്ചിട്ടുണ്ട് തലയിൽ. 1 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇവിടെ എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും അറിയാത്തവർ, എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഹെന്ന ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഡൈ ചെയ്യുമ്പോൾ നമ്മളെ തലയിലൊക്കെ പിടിക്കേണ്ടതല്ലേ, നമ്മളെ നെറ്റിയിലൊക്കെ.
പക്ഷേ ഇതിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഞാൻ കഴുകിയതിന് ശേഷം, കഴുകി ഒന്ന് ഉണങ്ങിയതിന് ശേഷം റിസൾട്ട് കാണിച്ചു തരാം. നല്ല കിട്ട് റിസൾട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ഹെന്ന ഇടുന്നതിനെക്കാട്ടിലും നല്ല കളറാണ്, നല്ല കറുപ്പ് കളറാണ്. മുടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല കളറാണ് കേട്ടോ. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ മുടി ഇരിക്കുന്നത്. ഒരു മുടി പോലും വെളുത്ത മുടി, റെഡ് കളറിലുള്ള നമ്മൾ സാധാരണ ഹെന്ന തേക്കുന്ന മുടിയൊന്നുമില്ലാതെ നല്ല കറുപ്പായിട്ടുണ്ട്. അപ്പോൾ അലർജി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹെന്ന മിക്സ് വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ട് നോക്കുന്നത്. നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. വേറെ എനിക്ക് അലർജിയോ പ്രശ്നങ്ങളൊന്നും ഇത് തേച്ചിട്ട് വന്നിട്ടില്ല. മുടി പൊഴിഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ്. മാത്രമല്ല ഇത് ഞാൻ പിറ്റേ ദിവസം ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഷാമ്പു ഇട്ട് നോക്കി. ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഷാമ്പു വെച്ചിട്ട് ഒന്ന് കഴുകി നോക്കി. അപ്പോൾ ഇത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് കണ്ടില്ല. മുടി നല്ല കറുത്തിരിക്കുന്നുണ്ട് കേട്ടോ. റൂട്ടിലൊന്നും അങ്ങനെ കറുപ്പ് കളറ് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. ശരിക്കും ഡൈ ചെയ്യുമ്പോൾ നെറ്റിയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കളറാവില്ലേ? അതോ ഇങ്ങനെ തന്നെയാണോ? എനിക്ക് ഡൈനെ കുറിച്ചിട്ട് വലിയ അറിവില്ല. ഇത് ഞാൻ കടയിൽ നിന്ന് ചോദിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുന്നവർ ചെയ്ത് നോക്കണേ. അലർജി ഉള്ളവർ ശ്രദ്ധിക്കണം.